യഥോ ധർമ്മ തഥോ ജയ. ഭക്തസജ്ജനങ്ങളെ പ്രണാമം. തുടർന്ന് വരുന്ന മഹാഭാരത കഥകളിൽ കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞു നിർത്തിയത് ഹസ്തിനപുരി രാജ്യത്ത് ധൃതരാഷ്ട്രർ ഗാന്ധാരിയെ വിവാഹം കഴിക്കുന്നതും കുന്തിദേവിക്ക് ദുർവാസാവ് മഹർഷിയിൽ നിന്ന് മന്ത്രസിദ്ധിയും വരപ്രസാദവും ലഭിക്കുന്നതും കൗമാരപ്രായത്തിൽ തന്നെ ഇത് പരീക്ഷിച്ച് നോക്കി കുന്തിദേവിക്ക് സൂര്യഭഗവാനിൽ നിന്ന് പുത്രൻ ലഭിക്കുന്നതും ആ പുത്രനെ പേടകത്തിലാക്കി നദിയിൽ ഒഴുക്കുന്നതും അധിരഥൻ എന്ന തേരാളിക്ക് ആ പുത്രനെ ലഭിക്കുന്നതും ആ പുത്രനെ രാധേയൻ എന്ന നാമത്തിലും കർണൻ എന്ന പ്രസിദ്ധ നാമത്തിലും വളർത്തുന്ന ഭാഗവും കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു. ഇതേ കുന്തിദേവിയെ പാണ്ഡു മഹാരാജാവ് സ്വയംവരം നടത്തുന്നതുമായ കഥകളാണ് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത്. അക്കാലത്ത് രാജാക്കന്മാരിൽ ഒന്നിലധികം വിവാഹം നടത്തുന്നത് സ്വാഭാവികമായിരുന്നതിനാൽ ഭീഷ്മർക്ക് പാണ്ഡുവിനെ കൊണ്ടൊരു വിവാഹം കൂടെ നടത്തണം എന്ന് ആഗ്രഹം ഉണ്ടാവുകയും ആ ആഗ്രഹപ്രകാരം അദ്ദേഹം അന്വേഷണം നടത്തുകയും ആ അന്വേഷണത്തിൽ മാദ്ര രാജ്യത്ത് രാജാവിൻ്റെ സഹോദരി സാധു സ്ത്രീയായ ശാലീനസുന്ദരിയായ മാദ്രി എന്നൊരു കന്യകയുണ്ടെന്നും ആ കന്യകയെ കൂടെ പാണ്ഡു മഹാരാജാവിന് വിവാഹം കഴിച്ചു കൊടുക്കുന്നതിലേക്ക് വേണ്ടി ഭീഷ്മർ മാതൃരാജാവിനോട് ആവശ്യപ്പെടുകയും മാതൃരാജാവ് അത് സമ്മതിക്കുകയും ചെയ്തത് പ്രകാരം മാദ്രയിൽ നിന്ന് മാദ്രിയെ പാണ്ഡുവിന് രണ്ടാമത്തെ വേളിയായി കഴിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ രണ്ട് ഭാര്യമാരുമായി വളരെ സന്തുഷ്ടമായി രാജ്യം ഭരിച്ച് മഹാരാജാവ് പാണ്ഡു മുന്നേറുന്ന സമയത്ത് ഒരു രാജസൂയം, അതായത് ദിഗ്വിജയത്തിനായി പാണ്ഡു മഹാരാജാവ് പുറപ്പെടാൻ തയ്യാറാവുകയും ഭീഷ്മരും ധൃതരാഷ്ട്രരുമൊക്കെ അനുഗ്രഹിക്കുകയും ചെയ്ത് പാണ്ഡു മഹാരാജാവ് അടുത്ത ദേശങ്ങളിലെ രാജാക്കന്മാരെ സാമന്തരാക്കുന്നതിലേക്ക് വേണ്ടി അങ്ങനെ പടയാളികളോടൊപ്പം യാത്ര തിരിച്ചു. ദശാർണം, മഗധ, മിഥില, കാശി, സുമം, പുണ്ട്രം എന്നീ പ്രദേശങ്ങളിലെ, അതായത് ചെറു നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാരെ യുദ്ധത്തിലൂടെ പാണ്ഡു തോൽപ്പിക്കുകയും അവരെല്ലാവരും പാണ്ഡുവിൻ്റെ, അതായത് ഹസ്തിനപുരി മഹാരാജ്യത്തിൻ്റെ സാമന്തത്വം സ്വീകരിച്ച് പാണ്ഡുവിന് അനേകം രത്നങ്ങളും സ്വർണങ്ങളും വെള്ളി നാണയങ്ങളും പവിഴങ്ങളും ഒക്കെ ദാനമായി നൽകി ഹസ്തിനപുരിയുടെ സാമന്തത്വം സ്വീകരിക്കുകയാണ് ഉണ്ടായത്. അനേകം രത്ന സ്വർണ നിധികളോടൊപ്പം വിജയശ്രീ ലാളിതനായി ഹസ്തിനപുരിയിൽ തിരിച്ചെത്തിയ പാണ്ഡുവിനെ സ്നേഹം കൊണ്ടും സന്തോഷം കൊണ്ടും വീർപ്പുമുട്ടിയ ഭീഷ്മനും ധൃതരാഷ്ട്രനുമൊക്കെ വളരെ ശ്രേയസ്കരമായി അനുഗ്രഹിക്കുകയും ഹസ്തിനപുരി രാജ്യത്തിലെ പ്രജകളെല്ലാവരും അതീവ സന്തുഷ്ടരാകുകയും ചെയ്തു. തങ്ങളുടെ രാജാവിൻ്റെ കഴിവുകൾ പ്രകീർത്തിച്ച് തൻ്റെ രാജ്യത്തിന് വന്നു ചേർന്ന സമ്പത്തിനെക്കുറിച്ച് ആഹ്ലാദിച്ച് ജനങ്ങൾ അങ്ങനെ വാഴ്ത്തിപ്പാടുകയും ചെയ്തു. ഈ സമയമായപ്പോൾ ഭീഷ്മർക്ക് ഒരാഗ്രഹം. മൂന്നാമത്തെ പുത്രനായി ഹസ്തിനപുരി കൊട്ടാരത്തിൽ തോഴിക്കാണ് ജന്മം കൊണ്ടതെങ്കിലും അതിശ്രേഷ്ഠനായ ധർമ്മിഷ്ഠനായ ജ്ഞാനിയായ വിതുരർക്ക് ഒരു വിവാഹം നടത്തണം എന്ന ആഗ്രഹം ഭീഷ്മനുണ്ടാവുകയും വിതുരർക്ക് വേണ്ടി വിവാഹം ആലോചിക്കുകയും ചെയ്തു. ദേവകൻ എന്ന ഒരു രാജാവിന്
ശൂദ്രശ്രീയിൽ ജനിച്ച ഒരു കന്യകയുണ്ടെന്നും അവൾ അതീവ സുന്ദരിയും ശാലീനയും ഒക്കെയാണ് എന്ന് ഭീഷ്മർ അറിയുകയും ദേവകൻ എന്ന രാജാവിനോട് ആവശ്യപ്പെട്ട് വിതുരർക്കായി ദേവകൻ്റെ പുത്രിയെ വിവാഹം കഴിച്ചു കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ ഹസ്തിനപുരി കൊട്ടാരത്തിൽ തന്നെ വിതുരനും ഭാര്യ സമേതം ജീവിക്കുകയും 2 ഭാര്യമാരോടൊപ്പം പാണ്ഡു അതീവ സന്തുഷ്ടമായി വർഷങ്ങൾ അങ്ങനെ ജീവിച്ചു പോവുകയും ചെയ്ത സമയത്ത് മഹാരാജാക്കന്മാർ കാലാകാലങ്ങളിൽ തങ്ങളുടെ രാജ്യത്തിൻ്റെ സംരക്ഷണത്തിനായി ഘോരമൃഗങ്ങളെ വേട്ടയാടി രാജ്യസംരക്ഷണം നടത്തുന്ന നായാട്ട് ആ കാലഘട്ടങ്ങളിൽ നടത്തേണ്ടത് അത്യാവശ്യമായിരുന്നു. പാണ്ഡു മഹാരാജാവ് ദിഗ്വിജയത്തിനായി പോയ സമയത്തും കുറേ നാളുകളായി അങ്ങനെ മൃഗയാവിനോദം നടത്താതിരിക്കുകയും അങ്ങനെ വനത്തിൽ എന്നല്ല രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്തും ഘോരമൃഗങ്ങളുടെ വ്യാഘ്രങ്ങളുടെ ശല്യം അതിക്രമിച്ചു എന്നറിഞ്ഞുകൊണ്ട് മഹാരാജാവ് പാണ്ഡു വേട്ടയ്ക്കായിക്കൊണ്ട് വനത്തിലേക്ക് തിരിക്കാൻ തീരുമാനിച്ചു. സൈന്യസമേതനായി വേട്ടനായ്ക്കളുമായി അങ്ങനെ മഹാരാജാവ് പാണ്ഡു വേട്ടയ്ക്കായി വനത്തിലെത്തി. വനത്തിൽ താമസിച്ച് അനേകം ദിവസം ഇങ്ങനെ വേട്ടയാടി മുന്നേറുകയായിരുന്ന പാണ്ഡു ഒരു ദിവസം വനത്തിൽ ഇങ്ങനെ വേട്ടയാടി മുന്നേറുമ്പോൾ ഒരു ഇണചേരുകയായിരുന്ന കലമാനിനെ അമ്പെയ്യാൻ ഇടയായി. അമ്പുകൊണ്ട് പിടയ്ക്കുകയായിരുന്ന ആ കലമാൻ തൻ്റെ ശരീരത്തിൽ അമ്പേറ്റ് കഴിഞ്ഞപ്പോൾ മനുഷ്യൻ്റെ ശബ്ദത്തിൽ ഇങ്ങനെ പാണ്ഡുവിനെ നോക്കി വിളിച്ചു പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, അങ്ങ് എന്ത് ക്രൂരതയാണ് ഈ കാണിച്ചത്? ഒരു ഉപദ്രവവും ചെയ്യാത്ത എന്നെ എന്തിനാണ് അങ്ങ് അസ്ത്രമെയ്തത്? സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും പേരുകേട്ട കുരുവംശത്തിൽ പിറന്ന അങ്ങ് ഈ അധർമ്മം കാട്ടിയതിന് അത് എന്ത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് മനുഷ്യ ശബ്ദത്തിൽ പറഞ്ഞ ഈ കലമാൻ്റെ ശബ്ദം കേട്ട് പാണ്ഡു തിരിച്ചു ചോദിച്ചു, അല്ലയോ മാനെ, അങ്ങ് ആരായിരുന്നാലും അങ്ങ് എന്താണ് ഈ പറയുന്നത്? മൃഗയാവിനോദം രാജാക്കന്മാർക്ക് വിധിക്കപ്പെട്ടതല്ലേ? വേട്ടയാടി വരുന്ന ഒരു മഹാരാജാവ് എതിരെ കാണുന്ന മൃഗങ്ങളെയെല്ലാം വേട്ടയാടുക പതിവല്ലേ? ഞാനും ആ പ്രവൃത്തിയല്ലേ ചെയ്തത്? പിന്നെ എങ്ങനെയാണ് എൻ്റെ ഈ പ്രവൃത്തി അധർമ്മമാവുന്നത് എന്ന് കലമാനോട് ചോദിക്കാനിടയാവുകയും കലമാൻ തിരിച്ച് ഇങ്ങനെ പറഞ്ഞു, ഹേ മഹാരാജാവേ, രാജ്യസംരക്ഷണത്തിന് വേണ്ടി വേട്ടയാടുന്ന മഹാരാജാക്കന്മാർ രാജ്യത്തിലെ ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും ഉപദ്രവകാരികളായ വ്യാഘ്രങ്ങളെ മാത്രമാണ് കൊന്നുവീഴ്ത്തുക. ഏതൊരു വിധത്തിൽ മറ്റൊരു ജീവിക്കോ മറ്റൊരു മൃഗത്തിനോ മനുഷ്യർക്കോ ഉപദ്രവമല്ലാത്ത ഒരു ജന്തുവിനെയും മഹാരാജാക്കന്മാർ വേട്ട ആടി കൊല്ലാറില്ല. അല്ലെങ്കിൽ ആ സ്ഥിതിക്ക് യാതൊരു ഉപദ്രവവുമില്ലാത്ത ഒരു മാൻ ഏതെങ്കിലും ജീവിക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഉപദ്രവം ഉണ്ടാക്കുന്നതാണോ? അങ്ങനെ ഉപദ്രവം ഉണ്ടാക്കാത്ത ഒരു മൃഗമായ എന്നെ അങ്ങ് എന്തിനാണ് ഈ വിധത്തിൽ വേട്ടയാടിയത് എന്ന് പറയൂ. അല്ലയോ ശ്രേഷ്ഠ, അങ്ങ് ആരായിരുന്നാലും ഞാൻ ഇതിൽ ഒരധർമ്മവും കാണുന്നില്ല.
വേട്ടയാടി മുന്നേറി വരുന്ന ഒരു രാജാവ് തൻ്റെ മുന്നിൽ കാണുന്ന മൃഗങ്ങളെ വേട്ടയാടുക സ്വാഭാവികം തന്നെയാണ് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. മഹാരാജാവേ, ഒരു രീതിയിലും ഒരു ജീവജാലങ്ങൾക്കും ഉപദ്രവമല്ലാത്ത മാൻ ആയ എന്നെ, പ്രത്യേകിച്ചും രാജാക്കന്മാർ വേട്ടയാടുന്ന മൃഗങ്ങൾ ഏത് മൃഗമായാൽ പോലും ഈ പ്രകൃതിയുടെ നിലനിൽപ്പിന് വേണ്ടി ഈശ്വര കൽപ്പിതമായി ഉൽപ്പത്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമയത്ത് ഒരു കാരണവശാലും വേട്ടയാടൽ നടത്താൻ പാടുള്ളതല്ല. അങ്ങനെ പാടില്ല എന്ന സമയത്ത് അങ്ങ് ഈ പ്രവൃത്തി ചെയ്തതിനാൽ ഞാനിതാ അങ്ങയെ ശപിക്കുന്നു. അങ്ങും സ്ത്രീ സംഭോഗത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അങ്ങക്ക് നിര്യാണം ഉണ്ടാകട്ടെ, മരണം സംഭവിക്കട്ടെ എന്ന് ഞാനിതാ ശപിക്കുന്നു. ഞാൻ തപശക്തിയുള്ള ഒരു കിന്തകൻ എന്ന പേരുള്ള ഒരു മുനികുമാരനാണ് എന്ന് പറഞ്ഞ് മഹാരാജാവിനെ ഇപ്രകാരം ശപിക്കുകയും ആ ശാപവാക്കുകൾ ഉച്ചരിച്ചതിന് ശേഷം ഉടൻ തന്നെ അമ്പേറ്റ് പിടയുകയായിരുന്ന ആ മാൻ മരണമടയുകയും ചെയ്തു. ശാപമോക്ഷത്തിന് വേണ്ടി ആ മുനികുമാരനോട് യാചിക്കുന്നതിനുള്ള അവസരം പോലും ലഭിക്കാതെ മുനികുമാരൻ മരിച്ചു എന്നറിഞ്ഞപ്പോൾ പാണ്ഡു മഹാരാജാവിനുണ്ടായ ദുഃഖത്തിന് അറുതിയുണ്ടായിരുന്നില്ല. അദ്ദേഹം ജീവിതം തന്നെ ഇനി വേണ്ട എന്ന് തീരുമാനിക്കുകയും ഇനി ജീവിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് തോന്നുകയും ചെയ്ത പാണ്ഡു മഹാരാജാവ് തൻ്റെ പൂർവികരായ പലരും രാജാക്കന്മാർ രാജഭരണവും മറ്റ് സുഖസൗകര്യങ്ങളും ത്യജിച്ച് കാനനത്തിൽ തപസ്സിനായിക്കൊണ്ട് പോയതുപോലെ താനും ഇനി കൊട്ടാരത്തിലേക്ക് തിരിച്ചില്ലെന്നും താൻ ഈ കാനനത്തിലേക്ക് തപസ്സിലേക്ക് വേണ്ടി പോവുകയാണെന്നും സ്വയം തീരുമാനിക്കുകയും ആ തീരുമാനം തന്നോടൊപ്പം ഉണ്ടായിരുന്ന പ്രജകളെയും അറിയിക്കുകയും ഈ വിവരം എത്രയും പെട്ടെന്ന് കൊട്ടാരത്തിൽ അറിയിക്കാൻ പറയുകയും ചെയ്തു. അത് കേട്ട പടയാളികളുടെ ഹസ്തിനപുരി കൊട്ടാരത്തിൽ ഈ വിവരം അറിയിക്കുകയും ആ വിവരം കേട്ട് കഴിഞ്ഞ ഭീഷ്മരും ധൃതരാഷ്ട്രരുമൊക്കെ അതീവമായ ദുഃഖിതരാവുകയും ദുഃഖം കൊണ്ട് അവർ ഭക്ഷണ പാനീയങ്ങളില്ലാതെ ദുഃഖിച്ചിരിക്കുകയും ചെയ്തു. എന്നാൽ ഈ സമയത്ത് പാണ്ഡുവിൻ്റെ ഭാര്യമാരായ കുന്തിയും മാദ്രിയും മഹാരാജാവിനെ അനുഗമിക്കാൻ വേണ്ടി വനത്തിലെത്തുകയും വനത്തിലെത്തിക്കഴിഞ്ഞ മാദ്രിയും കുന്തിദേവിയും മഹാരാജാവിനെ ഏതെങ്കിലും വിധത്തിൽ അതിൽ നിന്ന് വ്യതിചലിപ്പിക്കാനുള്ള പരമാവധി ശ്രമം നടത്തി നോക്കിയെങ്കിലും തൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് ഉറച്ച് പ്രഖ്യാപിച്ച പാണ്ഡു മഹാരാജാവ് തപസ്സിനായിക്കൊണ്ട് വനത്തിലേക്ക് യാത്ര തിരിക്കാൻ തന്നെ തീരുമാനിക്കുകയും അങ്ങനെയാണ് എങ്കിൽ ധർമ്മഭക്തിമാരായ പത്നിമാരായ നമ്മൾ രണ്ടുപേരും അങ്ങേ അനുഗമിക്കുകയാണ് എന്ന് അങ്ങേ അറിയിച്ചുകൊണ്ട് കുന്തിദേവിയും മാദ്രിയും മഹാരാജാവിനോടൊപ്പം വനവാസത്തിലേക്ക് വേണ്ടി തീരുമാനിച്ച് വനത്തിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു. അങ്ങനെ പാണ്ഡുവും കുന്തിയും മാദ്രിയുമൊക്കെ ഹിമാലയം, ഗന്ധമാദനം തുടങ്ങിയ വിശിഷ്ട പർവ്വത പ്രദേശങ്ങൾ സഞ്ചരിച്ച് അവസാനം ശതശൃംഗത്തിൽ എത്തുകയും ആ ശതശൃംഗത്തിൽ അനേകം മുനിവര്യന്മാർ സ്ഥിരമായി തപസ് അനുഷ്ഠിക്കുകയും അനേകം പർണശാലകൾ അവിടെ ഉണ്ടായിരിക്കുകയും ചെയ്തു. എന്തായാലും തൻ്റെ ശിഷ്ടകാലത്തെ തപസ് ജീവിതം ഈ ശതശൃംഗത്തിൽ തന്നെ ആകാമെന്ന് തീരുമാനിച്ച പാണ്ഡു മഹാരാജാവ് തൻ്റെ ഭാര്യമാരോടൊപ്പം ആ പർണശാലകളിൽ മുനിവര്യന്മാരോടൊപ്പം താമസിക്കുകയും പാണ്ഡുവും തപസ് ആരംഭിക്കുകയും ചെയ്തു. തപസ്
അനുഷ്ഠിച്ച് തുടങ്ങിയ പാണ്ഡുവിനെ ആ ശതശൃംഗത്തിലുള്ള അനേകം ഋഷിവര്യന്മാർ തങ്ങളുടെ രാജ്യത്തിലെ ആയിരുന്ന പാണ്ഡുവിനെ സ്വന്തം സഹോദരനായോ സ്വന്തം സുഹൃത്തായോ സ്വന്തം പുത്രനായോ ഒക്കെ കണ്ട് വളരെ സ്നേഹ പരിലാളനകൾ പാണ്ഡുവിനും ഭാര്യമാർക്കും അവിടെ നിന്ന് ലഭിച്ചു. അങ്ങനെ വർഷങ്ങൾ തപസ്സും ഫലവും ജലവും ആയിട്ടുള്ള ഭക്ഷണവുമായി കഴിഞ്ഞുപോയ പാണ്ഡു മഹാരാജാവ് ഒരു ദിവസം ആ ശ്രേഷ്ഠ ഋഷിവര്യന്മാരോടായി ഒരഭിപ്രായം ചോദിച്ചു. അല്ലയോ ഋഷിശ്രേഷ്ഠന്മാരെ, വിവാഹിതനാണെങ്കിലും 2 ഭാര്യമാരുണ്ടെങ്കിലും പുത്രന്മാരില്ലാത്ത എനിക്ക്, പുത്രനെ മുനുശാപത്താൽ സ്ത്രീ സംഭോഗം പാടില്ലാത്ത എനിക്ക് പുത്രന്മാരുണ്ടാവാൻ എന്താണ് മാർഗം എന്ന് ആ മുനിവര്യന്മാരോട് ചോദിക്കുകയും അതിൽ ശ്രേഷ്ഠന്മാരായ മുനിവര്യന്മാർ ജ്ഞാനദൃഷ്ടിയാൽ കണ്ടിട്ട്, അല്ലയോ പാണ്ഡു, നീ വ്യസനിക്കേണ്ടതില്ല, നിനക്ക് ദേവതുല്യരായ ശ്രേഷ്ഠരും പ്രഗത്ഭരുമായ പുത്രന്മാർ ജനിക്കും എന്ന് നമ്മൾ ജ്ഞാനദൃഷ്ടി കാണുന്നു എന്ന് പാണ്ഡുവിനെ അറിയിക്കുകയും ഇത് കേട്ട് കഴിഞ്ഞ പാണ്ഡു വളരെയധികം സന്തോഷിക്കുകയും ചെയ്തു. എന്നാൽ ദിവസങ്ങൾ മാസങ്ങൾ വീണ്ടും കഴിയുകയും പാണ്ഡു മഹാരാജാവ് സ്വയം ആലോചിച്ചു, എങ്ങനെയാണ് എനിക്ക് സ്ത്രീ സംഭോഗം നിക്ഷിപ്തമായിരിക്കുമ്പോൾ എൻ്റെ ഭാര്യമാരിലൂടെ എനിക്ക് എങ്ങനെയാണ് കുഞ്ഞുങ്ങളുണ്ടാവുക? എനിക്ക് ശ്രേഷ്ഠപുത്രന്മാർ ജനിക്കുമെന്ന് ഈ ഋഷിവര്യന്മാർ പറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. അതെങ്ങനെയാണ് സംഭവിക്കുക എന്ന് ആലോചിക്കുന്ന സമയത്ത് ആലോചിച്ചിരുന്ന് ഒരു ദിവസം കുന്തിദേവിയെ അടുത്ത് വിളിച്ച് പാണ്ഡു മഹാരാജാവ് തൻ്റെ ദുഃഖങ്ങളും മനോവേദകളും എല്ലാം അറിയിച്ചതിന് ശേഷം, അല്ലയോ പ്രിയപത്നി, പുത്രന്മാരെ എനിക്ക് ലഭിക്കുന്നതിലേക്ക് വേണ്ടി രാജപരമ്പരകൾ മുൻകാലങ്ങളിൽ അനുവർത്തിച്ച് വന്നതുപോലെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ശ്രേഷ്ഠ ഋഷിവര്യന്മാരെയോ ശ്രേഷ്ഠ ജ്ഞാനികളെയോ നിന്ന് പുത്രന്മാരെ സ്വീകരിക്കാം എന്ന വ്യവസ്ഥ എൻ്റെ അനുവാദത്തോടുകൂടി നിനക്ക് സ്വീകരിക്കാം. അങ്ങനെ നീ നമ്മുടെ കുലം നിലനിർത്തുന്നതിലേക്ക് വേണ്ടി പുത്രന്മാരെ തരിക എന്ന് കുന്തിദേവിയോട് പറയുകയും, എന്നാൽ കുന്തിദേവി പാണ്ഡു മഹാരാജാവിൽ നിന്നല്ലാതെ മറ്റ് പുത്രന്മാരെ സ്വീകരിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന വിവരം മഹാരാജാവിനെ അറിയിക്കുകയും അതിൽ നിന്ന് കുന്തിദേവിയെ വ്യതിചലിപ്പിക്കുന്നതിലേക്ക് വേണ്ടി മനു പറഞ്ഞിട്ടുള്ള തത്വങ്ങളിൽ ഇത് രാജാക്കന്മാർക്ക് നിക്ഷിപ്തമല്ലെന്നും രാജപരമ്പര നിലനിർത്തുന്നതിലേക്ക് വേണ്ടി ഇപ്രകാരമാവാമെന്നും ഒക്കെ സത്യങ്ങൾ അവളോട് തുറന്നു പറയുകയും പൂർവികനായ ഒരു രാജാവായ സൗദാസൻ തൻ്റെ ഭാര്യ ദമയന്തിയിൽ വസിഷ്ഠ മഹർഷിയെക്കൊണ്ട് പുത്രന്മാർ ജനിപ്പിച്ച സംഭവം കുന്തിദേവിക്ക് വിവരിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്ത് വീണ്ടും കുന്തിദേവിയോട് തൻ്റെ ആജ്ഞയാണെന്നും തന്നെ നിരാശപ്പെടുത്തരുതെന്നും എൻ്റെ ആഗ്രഹപ്രകാരം നീ അപ്രകാരം ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞ കുന്തിദേവി അപ്പോൾ തനിക്ക് ദുർവാസാവിൽ നിന്ന് കിട്ടിയ ആ മന്ത്രവും ആ വിവരങ്ങളും ഓർക്കുകയും സവിസ്തരം പാണ്ഡു മഹാരാജാവിനോട്
താൻ കന്യകയായിരുന്നപ്പോൾ ദുർവാസാവിനെ പരിചരിച്ചതും ദുർവാസാവ് ആ മന്ത്രം തനിക്ക് പറഞ്ഞു തന്നതും ആയ വിവരങ്ങൾ എല്ലാം പാണ്ഡുവിനെ അറിയിച്ചു. എന്നാൽ താൻ അന്ന് പരീക്ഷണം നടത്തി സൂര്യഭഗവാനിൽ നിന്നൊരു പുത്രൻ ലഭിച്ച കാര്യം മാത്രം പാണ്ഡുവിനെ അറിയിച്ചില്ല. എന്തായാലും കുന്തിദേവിക്ക് ഇത്തരം കഴിവ് ദുർവാസാവിൽ നിന്ന് കിട്ടി എന്നറിഞ്ഞപ്പോൾ പാണ്ഡു മഹാരാജാവ് വളരെയധികം സന്തോഷിക്കുകയും ഇനി തൻ്റെ ദുഃഖത്തിനും തൻ്റെ പുത്രലബ്ധിക്കും തടസ്സമില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു. പ്രിയ സജ്ജനങ്ങളെ, തൽക്കാലം ഞാൻ ഈ ഭാഗം ഇവിടെ നിർത്തുന്നു. അടുത്ത ഭാഗത്ത് പാണ്ഡുവിൻ്റെ നിർദ്ദേശപ്രകാരം കുന്തിദേവി ഓരോ ദേവന്മാരിൽ നിന്ന് പുത്രന്മാരെ സ്വീകരിക്കുന്നതും അങ്ങനെ പാണ്ഡവർ ജന്മം കൊള്ളുന്നതും ഈ സമയത്ത് ഹസ്തനപുരി കൊട്ടാരത്തിൽ കുരുടനാണെങ്കിലും അപ്പോൾ രാജാവായിരിക്കുന്ന പാണ്ഡുവിൻ്റെ ജ്യേഷ്ഠൻ ധൃതരാഷ്ട്രർക്ക് പുത്രന്മാർ ജനിക്കുന്നതും ആയ സംഭവ കഥകൾ അടുത്ത ഭാഗത്ത് പ്രതിപാദിക്കാം. തൽക്കാലം നിർത്തട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.